ഞാനൊരു യഥാർത്ഥ വിഷയത്തിലേക്ക് വരട്ടെ. ഞാന് ശ്രീ ജ്യോതികുമാർ ഒരു വികസന രേഖയൊക്കെ കാണിച്ചു. അത് എത്ര പേരിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ എനിക്കറിയില്ല. ശ്രീ NK പ്രേമചന്ദ്രൻ 96-ലാണ് ആദ്യമായി കൊല്ലം ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് 98-ൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീടും അദ്ദേഹത്തെ 2 പ്രാവശ്യം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 96 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ലോകസഭാ MP, രാജ്യസഭാ MP, സംസ്ഥാന മന്ത്രി ഈ തലങ്ങളിൽ നിന്നുകൊണ്ട് കൊല്ലത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പദ്ധതിയെക്കുറിച്ച് പറയാമോ? 2014-24 11,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്നാണ് പറയുന്നത്. ശ്രീ പ്രേമചന്ദ്രൻ ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ PR വർക്കാണ് ചെയ്യുന്നത്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നരേന്ദ്രമോദി സർക്കാർ ദേശീയ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. BJP-കാര് ഇവിടെ ആദ്യമായി ഒരു സത്യം പറഞ്ഞ് PR വർക്കാണ് പ്രേമചന്ദ്രൻ മോദിക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കൈപ്പത്തിക്ക് കുത്തിയ താമര വിരിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ PR വർക്ക് ചെയ്യുന്നതിന്റെ പ്രതിഫലമായി കൃഷ്ണകുമാറിന്റെ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയും അത് കൃഷ്ണകുമാർ പരാതി കൊടുക്കുകയും ഇടപെടേണ്ടി വരേണ്ട അവസ്ഥ കൊല്ലം ജില്ലയിൽ ഉണ്ടായത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എന്റെ കർത്താവേ. ജില്ലാ പ്രസിഡന്റ് വേറെ ഏതോ പാർട്ടിയിൽ വന്ന് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ആയിക്കോട്ടെ. വിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഒരു സംഘമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റിന് ഒരു സംഘമുണ്ട്. കാരണം അദ്ദേഹം എന്താണെന്നറിയോ, അദ്ദേഹം ചർച്ചയ്ക്ക് പോകുന്നിടത്തല്ല ഒരേ സംഘത്തെ ഇങ്ങനെ കൊണ്ടുപോവാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോലും BJP-ക്ക് ആളെ കിട്ടാത്തപ്പം ജില്ലാ പ്രസിഡന്റ് ചർച്ചയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുപോകും. BJP-യുടെ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം ഒരു സംഘമുണ്ട്. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഘമുള്ളത് നല്ലത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഈ സംഘത്തെ ആയിക്കോട്ടെ, നല്ല കാര്യം ഞാൻ അതിനെ എതിർക്കുന്നില്ലല്ലോ. നല്ല കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലല്ലേ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ BJP ജില്ലാ പ്രസിഡന്റിനോടുള്ള സംഘം നല്ലത് തന്നെ. പക്ഷേ ആ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു ചെറിയ സംഘത്തെ അയക്കണ്ടേ? പുള്ളിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പുള്ളിയുടെ കൂടെ പുള്ളി കൊല്ലത്ത് വന്ന് വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. വഴിയറിയാവുന്ന ഒരാൾ കൂടില്ല. ആരെങ്കിലും ഒരാളെ കൂടെ പോന്നേ. മാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നം